ഹലോ ഗേസ്, ഞങ്ങള് മേപ്പാടി മുകളില് ടെൻസാനിയ ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അത് എവിടെയാന്ന് വെച്ചാല് നമ്മളെ വൈത്തിരി എത്തുന്നതിന് മുൻപായിട്ട് ചുരം കയറി കഴിഞ്ഞ ഉടനെ നമ്മളെ വലതു ഭാഗത്തായിട്ട് ടെൻസാനിയ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. നമ്മളെ കരിന്തണ്ടന്റെ ചുരം കയറി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കരിന്തണ്ടന്റെ എല്ലാവർക്കും അറിയുന്ന സംഭവം ഉണ്ടല്ലോ, കരിന്തണ്ടൻ. നമ്മൾ ഈ ചുരം കാണിച്ചു തന്നിട്ട് അവസാനം ബ്രിട്ടീഷ് മേധാവികളാൽ വധിക്കപ്പെട്ട ഒരു സ്ഥലം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലായിട്ടാണ് ഈ വരുന്നത്. ഇവിടെ വളരെ വിപുലമായ രീതിയിൽ ഈ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഹോട്ടലും ഉണ്ട്, ന്യൂ ഹോട്ടൽ. 1995 സ്റ്റാർട്ട് ചെയ്തതാണിത്. ഞങ്ങൾ ഇന്ന് ഭക്ഷണം അവിടെ നിന്നാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, വളരെ റീസണബിൾ റേറ്റിന് തന്നെ ഫുഡെല്ലാം കിട്ടുന്നുണ്ട്. വളരെ രുചികരമായ രീതിയിൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്. പിന്നെ ഇതിനകത്ത് പോയാൽ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്, വളരെ വിശാലമായ രീതിയിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇത് നല്ല ഹൈജീനിക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോട്ടലാണ്. എല്ലാ വിഭവങ്ങളും, ചൈനീസ് വിഭവങ്ങളാണെങ്കിലും തന്തൂരി ചിക്കൻ, അങ്ങനെ കുഴിമന്തി, പൊറോട്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു ഇതാണ്. ഇവിടുന്ന് നോക്കിയാൽ ഗാസൽ എന്ന് പറഞ്ഞുള്ള ഫ്ലാറ്റ് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ രസകരമായ രീതിയിൽ ഒരു ദിവസത്തെ ഒരു ഫാമിലി ട്രിപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസ സൗകര്യം, ഇവിടെ പാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ രസകരമായ രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഇതിനാണ് എൻട്രൻസ്, ടെൻസാനിയയുടെ എൻട്രൻസ് ഇവിടെയാണ് തോന്നുന്നത്. അതിനകത്തേക്ക് പോകുന്നില്ല ഞങ്ങൾ. പിന്നീട് ഒരു ദിവസം ടെൻസാനിയൻ്റെ അകഭാഗം കാണിക്കുന്നുണ്ട്. അതൊരു ചെറിയ മിനി വെഹിക്കിൾ, വണ്ടി, അവിടെ ടോയ്സ് വെഹിക്കിൾ കളിക്കുന്നുണ്ട്. അവിടെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. പാർക്കിംഗ് സ്പേസ് ഉണ്ട്, നല്ലൊരു അത്യാവശ്യം പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കേൾക്കുന്നുണ്ട്. മൊത്തത്തിൽ വയനാടിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സംഭവമാണ്. രസമായിട്ടുണ്ട് സംഭവം. ഇവിടെ ഇതിനകത്ത് വളരെ, ഇനി ആര് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കഴിച്ചത് ഞാൻ മീൽസും എൻ്റെ കൂടെയുള്ള ബിരിയാണിയാണ് കഴിച്ചത്. അതുകൊണ്ട് മീൽസും ബിരിയാണിയും നല്ല ടേസ്റ്റബിൾ ആണെന്നുള്ളത് ഞങ്ങൾക്ക് തെളിഞ്ഞു. പിന്നെ ഐസ്ക്രീം പാർലറുണ്ട് ഇവിടെ, ഒരു ഐസ്ക്രീം പാർലറുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒന്ന് ചുരമൊക്കെ കയറിയിട്ട് വരുന്ന ഒരു റിലാക്സേഷന് പറ്റിയ നല്ലൊരു ഏരിയ ആണ്. അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് നമുക്കത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫാസ്റ്റായിട്ട് കിട്ടുന്ന, നല്ല ചൂടോടുകൂടി കിട്ടുന്ന വിഭവങ്ങൾ സമൃദ്ധമായ നല്ലൊരു ഭക്ഷണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഓക്കെ.